ഇവിടെ പ്രേക്ഷകരെ കോഴിക്കോട്ടേക്ക് നമുക്കൊന്നുകൂടി ഒന്ന് പോകണം. കോഴിക്കോട് പണിമുടക്കുന്ന KSRTC യൂണിയൻ തൊഴിലാളികൾ ബസ്സുകൾ തടഞ്ഞ് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നുണ്ട്. നമുക്കതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത്, എന്തായാലും ബസ് ഇറക്കാൻ ഒരു ചെറിയ വിഭാഗം, ബസ് ഒരു കാരണവശാലും ഇറക്കാൻ സമ്മതിക്കില്ലെന്ന് മറുവിഭാഗം. എന്താണ് സംഭവിക്കുന്നത് കോഴിക്കോട്ട്? അരുൺകുമാർ, കുത്തിയിരുന്നും കിടന്നുമൊക്കെ സമരാനുകൂലികൾ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത്. ബസ്സുകൾ സർവീസ് നടത്താൻ അനുവദിക്കില്ല എന്ന തീരുമാനത്തിൽ ട്രേഡ് യൂണിയനുകൾ, സമരാനുകൂലികൾ ഉറച്ചു നിൽക്കുകയാണ്. അല്പസമയം മുൻപാണ് സർവീസ് ആരംഭിക്കാൻ പ്രൊട്ടക്ഷൻ നൽകണമെന്നുള്ള കാര്യം ഈ ജീവനക്കാർ, ഇവിടേക്ക് എത്തിയ ജീവനക്കാർ ആവശ്യപ്പെട്ടത്. അതിനെ തുടർന്ന് പോലീസും ഇവിടേക്ക് എത്തിയിരുന്നു. പക്ഷേ അനുവദിക്കില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു സമരാനുകൂലികൾ. നിലവിൽ ഇപ്പോൾ ഈ ബസ്സിന്റെ മുൻവശത്ത് കിടന്നുകൊണ്ട് പ്രതിഷേധിക്കുന്ന സമരാനുകൂലികളെ നമുക്ക് കാണുകയും ചെയ്യാം. ചേട്ടാ, സർവീസ് അനുവദിക്കുന്നില്ല തന്നെയാണോ? സർവീസ് അനുവദിക്കുന്നില്ല എന്നല്ല, സർവീസ് ആവശ്യത്തിനുള്ള സർവീസ് നമ്മളെ KSRTC സ്റ്റാൻഡിൽ തന്നെ നിലവിൽ ബസ്സുകളുണ്ട്. ഇതൊരു വാശിപ്പുറത്ത്, BMSന്റെ ഒരു വാശിപ്പുറത്ത് വേണ്ടിയിട്ട് വണ്ടി എടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒരു കാരണവശാലും അത് അംഗീകരിക്കുന്നത് പ്രശ്നമില്ല. അതാണ് ഞങ്ങളുടെ നിലപാട്. അതുതന്നെയാണ് അരുൺകുമാർ, ഈ ബസ് ഇവിടെ നിന്ന് സർവീസ് നടത്താൻ അനുവദിക്കില്ല എന്നവർ പറയുന്നു. രാവിലെ 7 മണിക്കും 7:30ക്കും പോകേണ്ട 2 KSRTC സ്വിഫ്റ്റ് ബസ്സുകൾ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ KSRTC പാവങ്ങാട് ഡിപ്പോയിൽ നിന്നാണ് കോഴിക്കോട് നിന്ന് പുറപ്പെടുന്ന ബസ്സുകൾ ആരംഭിക്കുക. അത് ഈ പാവങ്ങാട് ഡിപ്പോയിൽ നിന്ന് ചെക്കൊക്കെ കഴിഞ്ഞ്, ചെക്ക് പരിശോധനയൊക്കെ പൂർത്തിയായതിനു ശേഷം കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോകും. അവിടെ നിന്ന് ആളുകളെ കയറ്റിയതിന് ശേഷമാണ് ഓരോ സ്ഥലത്തേക്കായി യാത്ര പോവുക. നമുക്കിപ്പോൾ കാണാം, ഇത് താമരശ്ശേരിയിലേക്ക് പോകേണ്ട ബസ്സാണ്, ക്ഷമിക്കണം, വയനാട്ടിലേക്ക് പോകേണ്ട ബസ്സാണിത്, മാനന്തവാടിയിലേക്ക് പോകേണ്ട ബസ്സാണിത്. ഈ ബസ് യാത്ര ആരംഭിക്കുന്നതിനായി പുറത്തേക്ക് ഇറക്കുന്ന സാഹചര്യത്തിലാണ് നിരവധി സമരാനുകൂലികൾ വന്ന് ഈ ബസ് തടയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായത്. അവർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. ഈ ബസ്സിന് മുൻവശത്ത് കിടന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. പോലീസിനോട് നിലവിൽ ഈ ബസ് ജീവനക്കാർ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമരാനുകൂലികളെ മാറ്റി സർവീസ് സുഗമമായി നടത്താനുള്ള സാഹചര്യം ഒരുക്കണമെന്നുള്ള കാര്യം ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും പോലീസ് ഒരു നടപടിയിലേക്ക് നിലവിൽ കടന്നിട്ടില്ല. ഈ സമരാനുകൂലികളെ മാറ്റുന്നതടക്കമുള്ള നടപടികളിലേക്ക് നിലവിൽ പോലീസ് കടന്നിട്ടില്ല. ചേട്ടാ, ബസ് തടയുമെന്ന് തന്നെയാണോ? ബസ് തടയുമെന്ന് തന്നെയാണോ? ബസ് തടയുമല്ലേ? സമരവുമായി ഏതായാലും ആ തീരുമാനത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ് അരുൺകുമാർ. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ സമരാനുകൂലികൾ ഇവിടെയുണ്ട്, മറുഭാഗത്ത് ബസ് ജീവനക്കാരുമുണ്ട്. അവർ സർവീസ് നടത്തണമെന്നുള്ള ആവശ്യവുമായി മുന്നോട്ട് പോവുകയാണ്. അഭിജിത്ത്, തീർച്ചയായും അരുൺകുമാർ, നമ്മൾ അതിന് ശ്രമിക്കുന്നുണ്ട്. ബസ് ജീവനക്കാരുടെ പ്രതികരണത്തിന് കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ശ്രമിക്കാം. ചേട്ടാ, ബസ് സർവീസുമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പോലീസിനോട് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടത്. പോലീസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പോലീസിനോട് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ വണ്ടി എടുത്ത് ഇറങ്ങാൻ വന്നതാണ്. അപ്പോൾ സമരക്കാർ തടഞ്ഞു. അപ്പോൾ അവിടെ പോലീസ് ഉണ്ടായിരുന്നില്ല. പിന്നെ പോലീസ് ഇവരെ അറിയിച്ചു, പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമതും ഇവിടെ നിന്ന് സാധാരണഗതിയിൽ വണ്ടി ഡ്രൈവർ അങ്ങോട്ട് കൊണ്ടുപോവാണ്. ഇത് ഗ്യാരേജ് വർക്ക്ഷോപ്പ് മാത്രമാണ്. കണ്ടക്ടർ കയറി യാത്രക്കാരെ കയറ്റി സർവീസ് നടത്തുന്നത് BOT ടെർമിനലിലാണ്. അപ്പോൾ BOT ടെർമിനലിലേക്ക് വണ്ടി ഇവിടുന്ന് ഡ്രൈവർ കൊണ്ടുപോകും. അപ്പോൾ ഇവിടുന്ന് യാത്രക്കാരും തന്നെ ഉണ്ടാവില്ല, യാത്രക്കാരെ കയറ്റാൻ കണ്ടക്ടർ ഇതിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഇതിപ്പോൾ നിലവിൽ അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോൾ തടഞ്ഞതാണ് രാവിലെ. ഇപ്പം വന്ന് അവിടുന്ന് സ്റ്റേഷൻ മാഷും കൺട്രോൾ ഇൻസ്പെക്ടറെയും നിർദ്ദേശപ്രകാരം 2 വണ്ടി അയക്കാൻ ഇവിടെ വെഹിക്കിൾ സൂപ്പർവൈസർ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2 വണ്ടി BOTയിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞത്. ആ വണ്ടി കയറി സ്റ്റാർട്ടാക്കിയപ്പോൾ സമരക്കാർ തടയാണ് ഉണ്ടായത്. ഞങ്ങൾ പോലീസിനോട് ഈ യാത്രയിൽ സംരക്ഷണം കൃത്യമായി നൽകണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പോലീസ് എന്താ മറുപടി? പോലീസ് അവിടെ നിന്നുള്ള സംരക്ഷണം തരാം, അവിടെ നിന്ന് വണ്ടി ഇറങ്ങുമ്പോൾ പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ തരാമെന്ന് വേണ്ടി പോലീസ് പറഞ്ഞിട്ടുണ്ട്. അരുൺകുമാർ, അങ്ങനെ തന്നെയാണ്. ഇതാണ് ജീവനക്കാരുടെ പ്രതികരണം. അവർ നേരത്തെ, അതായത് ഏതാണ്ട് 3:45 മണിക്കൊക്കെ ഇവിടെ നിന്ന് ബസ്സുകൾ ആദ്യ സർവീസ് ആരംഭിക്കുന്നതാണ്. പക്ഷേ അതിനും സാധിച്ചിട്ടില്ല. നിലവിൽ ഇപ്പോൾ ഏതാണ്ട് സമയം 9 മണിയോട് അടുക്കുന്നു. ഇതുവരെ ഒറ്റ സർവീസുകൾ ഇവിടുന്ന് ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സമരാനുകൂലികളുടെ തടയൽ രാവിലെ മുതൽ തന്നെ ഈ ജീവനക്കാർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. നിലവിലിപ്പോൾ പോലീസിനോട് ഇവർ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്നത്. നമ്മുടെ ബാംഗ്ലൂരിലേക്കുള്ള സ്വിഫ്റ്റ് ബസ് പോയില്ലല്ലോ അല്ലേ അഭിജിത്തെ? അതിപ്പോഴും അവിടെ തന്നെ കിടക്കുകയല്ലേ? ഇല്ല അരുൺകുമാർ, സ്വിഫ്റ്റ് ബസ്സും നിലവിൽ സർവീസ് തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. സ്വിഫ്റ്റ് ബസ്സും അവിടെ തന്നെ കിടക്കുകയാണ്. കാരണം ഒരു സർവീസുകളും അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഈ സമരാനുകൂലികളുടെ ഒരു നിലപാട്. അതിനാൽ തന്നെ സ്വിഫ്റ്റ് ബസ്സും ഇപ്പോൾ യാത്ര തുടങ്ങാൻ കഴിയാതെ അവിടെ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത്. സ്വിഫ്റ്റ് ബസ്സും യാത്ര തുടങ്ങിയിട്ടില്ല അല്ലേ? ഇന്നപ്പോൾ ഇനി സർവീസ് നടത്താൻ പറ്റുമോ? സർവീസ് മുടങ്ങി. രാവിലെ 7 മണിക്ക് പോകേണ്ട വണ്ടിയാണ്. ഇനി സമയം 8:45. ഇനിയിപ്പോൾ സർവീസ് തുടങ്ങാൻ പറ്റില്ല. കഴിയില്ല. ട്രിപ്പ് ക്യാൻസൽ ചെയ്യേണ്ടി വരും. അതെ.
ഏതായാലും അങ്ങനെ തന്നെയാണ് അരുൺകുമാർ. ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്യേണ്ട സാഹചര്യമാണ്. കാരണം 7 മണിക്ക് ഇവിടെ നിന്ന് ആരംഭിക്കേണ്ടതാണ്. ഇപ്പോൾ 9 മണിയായി, ഏതാണ്ട് 2 മണിക്കൂർ സമയം വൈകിയിരിക്കുന്നു. അതിനാൽ തന്നെ ഇനിയിപ്പോൾ ആ ഒരു യാത്ര ആരംഭിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. 7 മണിക്കും 7:30ക്കും ഇവിടെ നിന്ന് പോകേണ്ട 2 ബസ്സുകളാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം. ഏതായാലും നിലവിലിപ്പോൾ സ്ഥിതി സമരാനുകൂലികൾ ശക്തമായി തന്നെയുണ്ട്. ജീവനക്കാർ തങ്ങളുടെ ആവശ്യം പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. താങ്ക് യു. അഭിജിത്താണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്നും.